വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഇന്ന് നിൽക്കുന്നത് ദുബായ് മിറാക്കിൾ ഗാർഡനിലാണ്. അപ്പോ മിറാക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ UAE വന്ന സമയത്ത് ഫസ്റ്റ് പോയതാണ് മിറാക്കിൾ ഗാർഡൻ. പിന്നെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഗ്ലോബൽ വില്ലേജ് നമ്മൾ എല്ലാ ഇയറും പോവാറുണ്ട്, പക്ഷെ മിറാക്കിൾ ഗാർഡൻ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഒരു വട്ടേ പോയിട്ടുള്ളൂ. എല്ലാ പ്രാവശ്യം പോണം വിചാരിക്കും, പിന്നെ മടിയാവും. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും മിറാക്കിൾ ഗാർഡൻ കാണാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. മിറാക്കിൾ ഗാർഡൻ പറഞ്ഞ പോലെ UAE-ലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിലുള്ളവരും അതെ ഒരു മിറാക്കിൾ തന്നെയാണ് കേട്ടോ. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത്, അതായത് UAE-ലേക്ക് വരുന്നതിന് മുമ്പൊക്കെ നമ്മള് യൂട്യൂബിലും പിന്നെ ഏതിലും നമ്മൾ കാണാറ് മറ്റേ ഒരു ചാനൽ വെച്ചു, നമ്മുടെ കൈരളിയിലെ അയാളുടെ ഏതൊരു ചാനൽ ഉണ്ടായിരുന്നു. ആളുടെ ചാനലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ മിറാക്കിൾ ഗാർഡൻ നമുക്ക് എന്നാ കാണാൻ പറ്റുകയെന്നുള്ളതൊക്കെ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ്. ഫ്രണ്ടിൽ തന്നെ പൂക്കൾ കണ്ടില്ലേ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇതേനെ മിറാക്കിൾ ഗാർഡന്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനിലേക്കൊക്കെയാണ്. ഫ്രണ്ടിൽ തന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള പൂക്കൾ, ഇത് ഒറിജിനൽ പൂക്കൾ തന്നെയാണ് കേട്ടോ. അതൊക്കെ ഒറിജിനൽ പൂക്കൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയാണ്. പക്ഷെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാൻ പോണേ ഉള്ളൂ. ഇവിടെ നല്ല ഭംഗിയാണ് മൊത്തം കാണാൻ വേണ്ടി. ഓക്കെ, ഇതാണ് അതിന്റെ ഫ്രണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡക്ഷൻ പറയാൻ വേണ്ടി ഇവിടെ നിന്നു മാത്രം. ഇവിടുന്ന് ഒരു ഔട്ട്ലുക്ക് കാണിച്ചു തരാം. കാണാ പോവാ നമുക്കെന്നാ. അപ്പൊ നമ്മൾ മിറാക്കിൾ ഗാർഡന്റെ എൻട്രൻസിൽ നമ്മൾ നിൽക്കുകയാണ്. കണ്ടില്ലേ, മുകളിൽ നല്ല നല്ല മനോഹരമായ ചെടികള്. ഉള്ളിൽ അടിപൊളിയാണ് കേട്ടോ. ഫ്രണ്ട് തന്നെ ഇത്രയാണ്. നോക്കി ഇവിടെ നിങ്ങള് കണ്ടോ, അവിടെ കുറെ ബബിൾസ് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ഇവിടെ കുറെ ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറെ ചെടികളുണ്ട്. ലച്ചിയൊക്കെ ബബിൾസിന്റെ അവിടെ നിൽക്കുന്നത്. ഇതൊക്കെ പൂക്കള് എല്ലാം ഒറിജിനലാണ് കേട്ടോ, എല്ലാം ഒറിജിനലാണ്. ഓക്കെ, നമുക്കിനി കാണാം വിശേഷങ്ങൾ. ഹലോ, ഇപ്പൊ നമ്മൾ ഇതിന്റെ എൻട്രൻസിന്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് തരും കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു പൊസിഷൻ. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ അവരെന്താ ചെയ്തെന്ന് അറിയാം, അതിങ്ങനെ ഫോട്ടോ നമുക്ക് എടുത്തു തരും. 150 ദിർഹംസ് ആണ് ഇവിടെ. അത് കാരണം നമുക്ക് പ്രൈവറ്റ് ഫോട്ടോസ് ഒന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്കും ഫോട്ടോ എടുക്കാനായിട്ട് സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ അവിടെ നല്ല തിരക്കാണ്. പിന്നെ തേർഡ് റോയിലും കൂടി ഉണ്ട്. ഇത് കേറുന്ന ഭാഗം തന്നെയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സൂര്യകാന്തി തോട്ടം പോലെ. എന്ത് രസാന്ന് അറിയാം നോക്കിയാ. ശരിക്കും മനസ്സൊരു പ്രത്യേകത അല്ലേ ഇവിടെ വന്നു മിറാക്കിൾ വേൾഡിലേക്ക് നമ്മൾ മിറാക്കിൾ തന്നെ. പിന്നെ ഇവിടെ ചെറിയൊരു വാട്ടർഫോള് പോലെ ഒരു സ്ഥലം. അതിങ്ങനെ ഒരു വലിയ കല്ല് മുകളിൽ വെച്ചിട്ടേ അതുമേ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചൊക്കെയാണ്. ഇതൊക്കെ ഒറിജിനൽ പൂക്കളാട്ടോ. ഇനിയുണ്ട് കാണാം. ഇതിപ്പോ തുടക്കത്തിൽ മാത്രമേ ആയിട്ടുള്ളൂ, സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കുറെ പൂക്കൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടോ, നിറച്ചിങ്ങനെ ഹാങ് ചെയ്ത് അറ്റം മേലിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഇവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഇത് പിന്നെ നല്ല ചെറിയ ചെറിയ ഇങ്ങനെ സ്റ്റോളുകൾ പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ നല്ല രസത്തില് പൂക്കള് ഈ പൂ നോക്കിയാൽ ഇത് സൂര്യകാന്തി അല്ല, പക്ഷെ അതേ സൂര്യകാന്തിയുടെ പോലത്തെ ഒരു സൂര്യകാന്തിയുടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കണ്ടോ, വീണ്ടും അപ്പുറത്ത് ഒരു വാട്ടർഫോൾ വരുന്നുണ്ട് കേട്ടാ. നമുക്ക് അത് നോക്കാം. ഇവിടെ ഇഷ്ടം പോലെ വാട്ടർഫോൾസ്. ഇതെങ്ങനെയാണ് ഇത്രയും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കണക്കുണ്ടല്ലോ? ഒരു 7 ലാഖ് അല്ല, 7 ലാഖ് ലിറ്റർ വെള്ളം വേണം ഒരു ദിവസം ചെടി നനയ്ക്കാൻ വേണ്ടി. ഇവിടെ 7 ലിറ്റർ 7 ലാഖ് ലിറ്റർ വെള്ളം വേണം 7 ലിറ്റർ കൊണ്ട് ഇത് ഇവിടെ ചെടി നനയ്ക്കാൻ വേണ്ടി. അങ്ങനെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ട് കേട്ടോ. അതിന്റെ അവിടെ നിന്ന് തന്നെ ബോളിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ വന്നപ്പോ ഇതില് മറ്റേ അറിയാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊന്നും കാണാനില്ല. കണ്ടോ, നല്ല അടിപൊളി കാസ്റ്റൽസ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റില്ല. അതെ, അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയേ. കണ്ടോ, അവിടെ മറ്റൊരു ഫ്ലൈറ്റ് കണ്ടോ. അത് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റും. കാണിച്ചല്ല, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ആ ഫ്ലൈറ്റിന്റെ ഷേപ്പിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ പൂവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ നല്ല അടിപൊളിയാണ്.
നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഫോട്ടോന് എടുക്കാൻ നല്ല അടിപൊളി പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ആ കാസ്റ്റിലിന് തന്നെ ചെറിയൊരു ഭാഗം ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നിറച്ച് ഹാങ് ചെയ്തിട്ടുണ്ട് പൂക്കള്, കണ്ടോ? അച്ചു തന്നെ ലച്ചുവിന്റെ പോസ് ചെയ്യണം, ഫോട്ടോസ് എടുക്കണം. കണ്ടോ, എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിക്കുക. ഞാനപ്പോ ബാക്ക് തട്ടി അവരെ ഒരു ഫോട്ടോ എടുക്കണ്ടായിരുന്നു. ഈ പൂക്കൾ നോക്കി എന്ത് രസം കാണാൻ വേണ്ടി, അടിപൊളി. ലച്ചുവിന് പിന്നെ ഇവിടെ പല കളേഴ്സും ഉണ്ട്, ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ. ഈ എയ്റോപ്ലെയിൻ റിയലിസ്റ്റിക് പോലെ അതിന്റെ വിങ്സ് ഇങ്ങനെ കറങ്ങണ പോലെ. നോക്ക് ഇതിന്റെ, ഞാനൊന്ന് സൂം ചെയ്ത് അടുത്തേക്ക് കണ്ട എന്തൊരു ഭംഗിയാ കാണാൻ. ഇത് ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിട്ടാ. നല്ല വെയില് കാണാം നിങ്ങൾക്ക്, പക്ഷെ നല്ല തണുപ്പാണ്. മഴക്കാറും ഉണ്ട്, മഴ പെയ്യാതിരുന്നാ മതി. ഓക്കെ, എന്ത് ഭംഗിയാ കാണാൻ വേണ്ടി. ഇത് ശരിക്കുള്ള സൺഫ്ലവർ ആട്ടോ. നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷെ ഇത് നല്ല ഒറിജിനൽ സൺഫ്ലവർ. കണ്ടോ, അതിന്റെ ഉള്ളില് ഒരു റെഡ് കളർ സീഡ് ശരിക്കും നമുക്ക് നല്ല മഞ്ഞ കളർ എല്ലാം പോയി. നമ്മളപ്പോ നേരെ നടക്കാണ്. ഇവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ അവിടുത്തെ അർമേനിയ കണ്ട പോലെ ഒന്നല്ല, ചെറിയ ട്രീസ് ആണ്. പക്ഷെ ഇത് ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന സ്ഥലം. അത് മാത്രല്ല, നമ്മള് അർമേനിയയിൽ ലാൻഡ് ചെയ്ത് നമ്മൾ പറയാൻ മറന്നുപോയി. അപ്പൊ നമ്മള് ഇന്നലെ നമ്മള് ഫൈനലി അബുദാബിയിൽ നല്ല സേഫ്ലി ലാൻഡ് ആയി. എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. നീച്ചേട്ടന് ലച്ചുവിനെ പോസിപ്പിച്ച് മതിയായില്ല കേട്ടോ. ഇവിടെ ഫോട്ടോ എടുത്തെടുത്ത് നമുക്ക് മതിയാവില്ല, അത്രയും നല്ല. നിങ്ങൾ നോക്കിയെന്ന്, അതെ, എന്തൊരു നല്ല രസമാണ്. ഫ്ലവർ വേസിന്ന് പൂക്കൾ ഇങ്ങനെ ചൊരിയാണ്, കണ്ടില്ലേ എന്ത് രസാണ്. ഇതാ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ഫുൾ ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് എന്ത് റിയലിസ്റ്റിക്കാ. ഇതാണ് ക്രിസ്മസ് ട്രീ. നല്ല റെഡ് ഫ്ലവേഴ്സ്, അതിന്റെ ഉള്ളില് മൊത്തം. പിന്നെ അവിടെ സെന്റർ മെല്ലിയൊക്കെ നിക്കുന്നുണ്ട്, ഇതന്നെ നല്ല അടിപൊളിയായിട്ട് നിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇതെല്ലാം. ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ആർച്ച് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിരുന്നു. പൂക്കള് ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, ഉച്ചക്ക് 1:30. പിന്നെ ഇതാ ഇവിടെ നല്ല കുറച്ച് കഫ്റ്റീരിയാസ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നല്ല സൂര്യകാന്തി പൂക്കളുണ്ട്. നല്ലൊരു